അങ്ങനെ കുഡ്ലേ ബീച്ചിൽ കുറേ നേരം ചിലവഴിച്ച് കഴിയുമ്പോൾ എന്ത് രസം അറിയാം. ഇവിടെ ഫുൾ ഫോറിനേഴ്സാണ്, കൂടുതൽ ഒരു 90% ഇൻ്റർനാഷണൽ ടൂറിസ്റ്റുകളാണ്. അവരവിടെ ഇരിക്കുന്നു, കിടക്കുന്നു, പുസ്തകം വായിക്കുന്നു, കളിക്കുന്നു, കടലിലിറങ്ങി കുളിക്കുന്നു. പിന്നെ ഈ സൈഡിലെല്ലാം കുറേ ഷാക്സ് ഉണ്ട്, ഭക്ഷണശാലകൾ, ഇരിക്കാനുള്ള സൗകര്യം. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഷാക്കിനകത്തേക്ക് കയറാം. വൈകുന്നേരം സൺസെറ്റ് ആകാറായി വരുന്നു. ഗോവയിലോ കോവളത്തോ ഒക്കെ പോകുന്ന പോലെ തന്നെയാണ്. ഇതേ സൈഡിലെല്ലാം കണ്ടില്ലേ ഭക്ഷണശാലകൾ, ഷാക്സ്, ഇങ്ങനെ ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യം എല്ലാം ഉണ്ട്. വൈകുന്നേരങ്ങളിലാണ് ഇത് കൂടുതൽ സജീവമാകുന്നത്. ഞാനിങ്ങനെ ഷാക്സ് നോക്കി അവസാനം ഓഷ്യൻ കഫേയിൽ കയറിയിരിക്കുകയാണ്. നല്ല രസമുണ്ട്, ഒരു കുടിൽ മാതിരി. ഹലോ. ഇവിടെ ഇങ്ങനെ തറയൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാം മണ്ണ് തന്നെയാണ്. നല്ല ആംബിയൻസ്. ഫ്രണ്ടിൽ കടൽ, ഒരു ചെറിയൊരു കുടിലിനകത്ത് നമ്മളിരിക്കുന്ന ഒരു കുഞ്ഞ് ഷാക്കിലാണ്. ഈ ഫോറിനേഴ്സൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ടും വന്നിരിക്കുന്നത്. പിന്നെ നാട്ടിലുള്ള ഇന്ത്യൻസും ഉണ്ട്, ഇന്ത്യൻ ടൂറിസ്റ്റുകൾ പല സ്റ്റേറ്റിൽ നിന്നുള്ളവർ. പക്ഷേ രാത്രി കുറച്ചുകൂടെ കഴിയുമ്പോഴാണ് ഇവിടെ കുറേ കൂടി സജീവമാകുന്നത്. ഇപ്പോൾ എല്ലാവരും വെള്ളത്തിലാണ്, കടലിൽ നിന്ന് കയറി തുടങ്ങിയിട്ടില്ല. ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും ആ കടയിലില്ലായിരുന്നു, അതുകൊണ്ട് അടുത്ത കടയിലേക്ക് കയറി. ഓൾഡ് ലാ പിസേറിയ റെസ്റ്റോറൻറ്റ്. ഇപ്പോൾ വിളക്കുകളെല്ലാം തെളിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ സന്ധ്യ ആയി. റെസ്റ്റോറൻറ്റ്സിൻ്റെ ഉള്ളിലെ ലൈറ്റ്സൊക്കെ ഇട്ട് കുറച്ച് സജീവമായി കഴിഞ്ഞു. നമുക്ക് മെനു കാർഡ് നോക്കി ഓർഡർ ചെയ്യാം. What are the things I ordered? Yeah, Chicken pizza, seafood sizzler. Hello to the king. Hello to the king. Seafood sizzler ഒരു ഐറ്റം. പിന്നെ ചിക്കൻ ചീസ് പിസ്സ. then Chicken tomato sauce macaroni. Okay, chicken tomato sauce with macaroni, Italian. പിന്നെ ഒരു സ്പെഷ്യൽ ഡിസേർട്ട് പറഞ്ഞിട്ടുണ്ട്, അത് ഹെലോ ടു ദ കിങ് എന്നാണ് പറഞ്ഞത്. കുഡ്ലെ കേക്കും സ്പെഷ്യൽ കേക്കൊക്കെ വെച്ചിട്ട് എന്തോ ഐസ്ക്രീമൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് തരും എന്നാണ് പറയുന്നത്. ഓക്കെ, ഹൗ മച്ച് ടൈം വിൽ ഇറ്റ് ടേക്ക്? കിത്തന ടൈം? 30 minutes. 30 മിനിറ്റ് സമയം ചോദിച്ചിട്ടുണ്ട്, അരമണിക്കൂർ. അതുവരെ കുഴപ്പമില്ല, കടലൊക്കെ നോക്കി സുഖമായിട്ടിരിക്കാം. ഇവിടെ ഇങ്ങനെ ആവശ്യമുള്ളവർക്ക് പിന്നെ ബിയർ, അങ്ങനത്തെ കാര്യങ്ങൾ, ഹോട്ട് ഡ്രിങ്ക്സ് എല്ലാം കിട്ടും. പക്ഷേ അങ്ങനെ ഫോറിനേഴ്സിനൊക്കെ അങ്ങനെയാണ് അതിൻ്റെ ഒരു. ഓക്കെ, നമുക്ക് പക്ഷേ ബിയറൊന്നും വേണ്ട, നമ്മൾ സാധാരണക്കാരല്ലേ. ഫുഡിന് വേണ്ടി എത്ര നേരം വെയിറ്റ് ചെയ്യുന്നതിലും വിഷമം ഉണ്ടാവില്ല. കാര്യം ഇങ്ങനത്തെ സ്ഥലത്തെല്ലാം വന്ന്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കോവളമാണെങ്കിലും ബീച്ച് സൈഡ് സ്ഥലങ്ങളെല്ലാം തന്നെ, ബീച്ചസ്, കോവളം, ഗോവ, എവിടെ പോയാലും നമ്മളിങ്ങനെ ഷാക്സ് ഉണ്ടാവും. അവിടെ ഇങ്ങനെ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കും. കടലായിരിക്കും നമ്മളുടെ ഒരു കാഴ്ച. അവിടെ ഇങ്ങനെ വരുന്നു പോകുന്നു, ആൾക്കാർ വെള്ളത്തിൽ നിന്ന് കയറി വരുന്നു, തിരിച്ചു പോകുന്നു. പിന്നെ ഇവിടെ ഈ കൊച്ചു റെസ്റ്റോറൻറ്റ്സ് കൂടാതെ ഇതിൻ്റെ പിന്നിലേക്ക് താമസ സൗകര്യമുണ്ട് ഈ ഭാഗത്തല്ല. അപ്പോൾ ഇത് കുഡ്ലെ ബീച്ചിലെ വിശേഷങ്ങളാണ്. നമ്മൾ ഗോകർണത്തിലെ കുഡ്ലെ ബീച്ചിലിരുന്നാണ് ഈ വൈകുന്നേരം ആസ്വദിക്കുന്നത്. അപ്പോൾ ഇവിടെ വളരെ ക്വയറ്റ് ഒരു പ്ലേസ്, വലിയ തിക്കും തിരക്കും ബഹളമൊന്നുമില്ല, നല്ലൊരു ബീച്ചാണ്. വരാൻ പറ്റിയ സ്ഥലമായിട്ട് എനിക്ക് തോന്നുന്നു. ഒരു ഫാമിലി ആയിട്ടും ഒക്കെ ഒരു
ഒരു പക്ഷേ ഹണിമൂൺ കപ്പിളായിട്ടുള്ള ആൾക്കാർ വിവാഹം കഴിഞ്ഞിട്ട് വരാൻ പറ്റിയ സ്ഥലവുമാണ് എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം കുറച്ച് പ്രൈവസി ഉണ്ട്, അതേസമയം വലിയ പ്രശ്നമില്ല. പിന്നെ ടൂറിസ്റ്റുകളെ ശല്യപ്പെടുത്തുന്ന ഒരു കാര്യവും ഇവിടെ ഇല്ല. നല്ല കംഫർട്ടബിളാണ്, നല്ലൊരു പ്ലേസ്, ഗുഡ് പ്ലേസ്. ഭയങ്കരമായിട്ട് കമേഴ്ഷ്യലൈസ്ഡ് ആയിട്ടില്ല. കാര്യം കച്ചവട സാധ്യതകളുണ്ടെങ്കിലും അങ്ങനെ ഭയങ്കരമായിട്ടല്ല. കാര്യം മെനു നോക്കുമ്പോൾ തന്നെ അറിയാം, വിലയെല്ലാം ഒരു ആവറേജ് ആയിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ഇത്രയും ഐറ്റംസ് പറഞ്ഞെങ്കിലും എനിക്ക് തോന്നുന്നു 1000-ന് ആകുള്ളൂ. എല്ലാം കൂടി ഒരു 600 രൂപ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ ടോട്ടൽ കോസ്റ്റ്. അത് ലാഭമാണ്. അല്ലെങ്കിൽ നമ്മളിപ്പം വേറെ ഇപ്പോൾ കോവളം പോലെയുള്ള ബീച്ചസിലൊക്കെ പോകുകയാണെങ്കിൽ ഒരു ഫിഷിൻ്റെ ഒരു കാര്യത്തിന് തന്നെ ഒരു 1000 രൂപ കൊടുക്കേണ്ടി വരും. ഗ്രിൽഡ് ഫിഷ്, ആ ഫിഷിൻ്റെ സൈസ് അനുസരിച്ചിട്ട് അങ്ങനെ ഭയങ്കര കമേഴ്ഷ്യലൈസ്ഡ് ആണ് ഇവിടെ എല്ലാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല.